നമസ്കാരം. വില്ലേജ് ഹിസ്റ്ററി ഹബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വില്ലേജ് ഹിസ്റ്ററി ഹബിൽ മണ്ണടിയെക്കുറിച്ചാണ് പറയുന്നത്. നാടുവാഴ്ത്തത്തിന്റെയും അധിനിവേശത്തിന്റെയും ഓർമ്മ പേറുന്ന മണ്ണാണ് മണ്ണടി. നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന സ്മാരകങ്ങളും നിറമങ്ങിയ ശില്പങ്ങളും നാടിന്റെ ഗതകാല ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ നാട്ടുചരിത്രം സംബന്ധിച്ച് പഠനങ്ങളോ ഗവേഷണങ്ങളോ നടന്നിട്ടില്ല. അതിനാൽ തന്നെ നാടിന്റെ ചരിത്രം സംബന്ധിച്ച് വൈരുദ്ധ്യങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഉണ്ടാകാം. എന്നാലും മണ്ണടിയുടെ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കാർഷിക സമൃദ്ധിയും ചരിത്ര സ്മാരകങ്ങളും പുരാതന ക്ഷേത്രങ്ങളുമൊക്കെ അടയാളമേകുന്ന ചെറുഗ്രാമം. നാടുവാഴ്ത്തത്തിന്റെയും അധിനിവേശത്തിന്റെയും ഓർമ്മ പേറുന്ന മണ്ണ്. മണ്ണടിയുടെ മണ്ണിലും പേരിനു പിന്നിലും മൺമറയാതെ ഒളിച്ചിരിക്കുന്ന കഥകളും ചരിത്രങ്ങളുമുണ്ട്. സാംസ്കാരിക പൈതൃകവും കാർഷിക സംസ്കൃതിയും ഒന്നുചേർന്ന നാടാണ്. നാടിനെ സമ്പൽ സമൃദ്ധമാക്കിയിരുന്ന കാർഷിക മേഖല മണ്ണടിയെ ഹരിതാഭവുമാക്കി. തോടും നീർച്ചാലും നീർത്തടങ്ങളും കാർഷിക മേഖലയെ സമ്പന്നമാക്കുമ്പോൾ മണ്ണടിയുടെ മണ്ണിനെ നീരണിയിച്ച് കാർഷിക മേഖലയ്ക്ക് കരുതലായി കല്ലടയാറും ഒഴുകുന്നുണ്ട്. നെല്ലും മീനും താറാവും കാലിവളർത്തലും നാടിന്റെ പഴയകാല കാർഷിക പ്രതാപത്തിന് മാറ്റുകൂട്ടിയിരുന്നു. നൂറ്റാണ്ടിന്റെ ഓർമ്മ പേറിയിരുന്ന മണ്ണടി താഴുത്തുചന്തയും നാടിന്റെ ഗതകാല കാർഷിക സമൃദ്ധിയുടെ അടയാളമായി ഇന്നുമുണ്ട്. പഴയ കാർഷിക പ്രതാപം തിരിച്ചുവരണമെന്ന നാടിന്റെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകട്ടെ. കടമ്പനാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട മണ്ണടി തമിഴകത്തിന്റെ ഭാഗമായിരുന്നിരിക്കണം. സംഘകാലത്തിലെ പതിറ്റുപത്ത് പോലെയുള്ള കൃതികൾ അതിന് സൂചന നൽകുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മയൂരവർമ്മനും കാദംബരാജാവുമൊക്കെ നാടുവാണിരുന്നതായി പറയപ്പെടുന്നു. കടമ്പനാടെന്ന പേരിന്റെ പിറവിക്ക് പിന്നിലും കാദംബരാജവംശത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് കരുതാം. സംഘകാല ചരിത്രത്തിൽ പരാമർശിക്കുന്ന മൻറം എന്ന പദത്തിന് രൂപഭേദം സംഭവിച്ചുണ്ടായതായിരിക്കാം മണ്ണടി എന്ന നാമം. വാക്കവഞ്ഞിപ്പുഴ മഠത്തിന് അടിയായി ലഭിച്ച ഭൂമി എന്നർത്ഥവും മണ്ണടി എന്ന നാമത്തിനുണ്ടെന്ന് അഭിപ്രായമുണ്ട്. നാടുവാഴിത്തത്തിന് തുല്യമായി ദേശക്കോയ്മ നിലനിന്നിരുന്ന നാടായിരുന്നുവെന്നും നാടിൻ്റെ ഗതകാല കഥകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ നാടിൻ്റെ ചരിത്രം പഠനവിധേയമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കഥകളിലും ചരിത്രങ്ങളിലുമൊക്കെ വൈരുദ്ധ്യവും ഭിന്നാഭിപ്രായവും ഉയരാം. മണ്ണടി ഭഗവതിക്ക് അതീശത്വമുള്ള നാടായും വിശ്വസിച്ചു പോന്നു. അതിനാലാകണം നാട് പുരാതന രേഖകളിൽ ഭഗവതി സങ്കേതമെന്നും മണ്ണടി സങ്കേതമെന്നും അറിയപ്പെട്ടിരുന്നത്. നാടിന് ദേശാതിർത്തി നിശ്ചയിച്ച് ദേശക്കല്ലുകളും ഉണ്ടായിരുന്നു. വിശ്വാസവും ചരിത്രവും നിഴലിക്കുന്ന ദേശക്കല്ല് പേരു ചാർത്തിയ നാടാണത്രേ ദേശക്കല്ലുമൂട്. ഇന്ന് കൊല്ലം ജില്ലയുടെ ഭാഗമായ കുന്നത്തൂരും മണ്ണടി ഉൾപ്പെട്ട സബ് ഡിവിഷൻ ആയിരുന്നു. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന കടമ്പനാടെന്നും തിരുവിതാംകൂർ കൊച്ചി സർവേ രേഖകളിൽ ഉള്ളതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ആര്യ അധിനിവേശം വരെ ബുദ്ധമതം നിലനിന്നിരുന്നതായി ചരിത്ര സൂചനകളുണ്ട്. AD 9-ാം നൂറ്റാണ്ടിൽ കുലശേഖര രാജാക്കന്മാരുടെയും പിന്നീട് കായംകുളം രാജാക്കന്മാരുടെയും അധീനതയിലായിരുന്ന നാട് അതിനുശേഷമാണ് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായത്. പേരുത്തമ്പിതലവിയുടെ ജീവാർപ്പണം കൊണ്ട് നാട് ചരിത്രത്തിൽ ഇടം നേടി. കുണ്ടറ വിളംബരത്തിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വെല്ലുവിളിച്ച ദളവ ബ്രിട്ടീഷ് പട്ടാളത്തിന് പിടികൊടുക്കാതെ മണ്ണടിയിൽ വീരമൃത്യു വരിച്ചുവെന്നാണ് ചരിത്രം. കാമ്പിത്താന്റെ പേരിൽ വിശ്വാസവും ചരിത്രവും നിഴലിക്കുന്നതാണ് കല്ലടയാറിന്റെ തീരത്തുള്ള കാമ്പിത്താൻ കൽമണ്ഡപം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽമണ്ഡപത്തിലെ ശില്പങ്ങൾ കഴിഞ്ഞകാല ചരിത്രം വിളിച്ചോതുന്നു. നാടു കടന്നുവന്ന വഴികളിൽ ചോളന്മാരും ചേരന്മാരും പല്ലവ പാണ്ഡ്യ ചാലൂക്യ രാജാക്കന്മാരുമൊക്കെ നാടുവാണിരുന്നതായി പറയപ്പെടുന്നുണ്ടെങ്കിലും കൽമണ്ഡപത്തിന്റെ കാലപ്പഴക്കമോ ചരിത്രമോ തേടി ആരും യാത്ര നടത്തിയിട്ടില്ല. കാമ്പിത്താൻ കൽമണ്ഡപം ഇപ്പോൾ സംരക്ഷിത സ്മാരകമാണ്. വേലുത്തമ്പിക്ക് നിത്യസ്മരണയേകി കളരിയും തുടർന്ന് സ്മാരകവും ഉയർന്നു. തലയൂർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ നാടിൻ്റെ കഴിഞ്ഞകാല കഥകൾ പറയുമ്പോൾ ഇവയുടെ സംരക്ഷണം നാടിൻ്റെ പ്രതീക്ഷയാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിൻ്റെ പേരും പെരുമയും ഹരിതസമൃദ്ധിയും നെഞ്ചിലേറ്റിയാണ് മണ്ണടിക്കാർ ഒരുമിച്ച് പറയുന്നത്. ലവ് മണ്ണടി.